നൽകാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുതെന്നാണ് സുഭാഷിതത്തിൽ പറയുന്നത്. ഈസ്റ്റർ ദിനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജന സ്പീക്കിംഗ് ഇന്ന് തൃശൂർ മണ്ഡലത്തിലാണ്. ക്രൈസ്തവ വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ. തൃശൂരിന്റെ ജനവിധി ഇക്കുറി ആർക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വോട്ടർമാരിലേക്ക് ഇറങ്ങാം. ഇനി വോട്ടർമാർ പറയട്ടെ. തൃശൂരിന്റെ വോട്ട് വർത്തമാനം കേട്ട് നമുക്കൊരു യാത്ര പോകാം. ഈസ്റ്റർ ദിനമൊക്കെ ആകുമ്പോഴത്തേക്കും എങ്ങനെയാവും? തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് കൂടിയോ? ചൂട് കുറവാണ്. ഇവിടെ എങ്ങനെയുണ്ട്? ശക്തമായ ത്രികോണ പോരാട്ടം എന്നൊക്കെ പറയുന്നത് എന്ന് പറയാൻ പറ്റില്ല. ആര് ജയിക്കാന്ന് എന്നാലും ഒരു സാധ്യത എങ്ങനെയാ? സാധ്യത ഇപ്പൊ കോൺഗ്രസിനാണ്. മുരളീധരൻ വന്നത് ഗുണമാവോ? ആയിരിക്കണം. ഇപ്പൊ വിശ്വാസികളുടെയൊക്കെ ഒരു പിന്തുണ ഒന്നിച്ചൊരാളിലേക്ക് പോവോ? അങ്ങനില്ല. അങ്ങനെ പ്രത്യേകിച്ച് സഭയൊന്നും പറയാറില്ല. തൃശ്ശൂർ ഇത്തവണ തെരഞ്ഞെടുപ്പ് എങ്ങനെ? ഉഷാറായോ? ഉഷാറായി. സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ടുണ്ട്. എന്ത് നോക്കിയിട്ടാ വോട്ട് ചെയ്യുന്ന? ഒറ്റ കാര്യം, എന്താണ് ഒരു പ്രധാന ഘടകമായിട്ട് എടുക്കുന്നത്? പ്രധാന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും സഹായങ്ങളും ഉപകരണങ്ങളും ചെയ്യുന്ന നല്ല വ്യക്തികളായി തീരണം എന്ന് പ്രാർത്ഥനയും. എങ്ങനെയാ വോട്ട് ചെയ്യലുണ്ടോ? ഇല്ല, ഒരു സമാധാനമുള്ള ഒരു പാർട്ടി, അതായത് എല്ലാ മതക്കാർക്കും ഒരുമിച്ച് സമാധാനത്തിൽ പോകാൻ പറ്റുന്ന ഒരു പാർട്ടിനെ സെലക്ട് ചെയ്യണം. ഇത്തവണ ഏത് സ്ഥാനാർത്ഥിയുടെ പ്രാർത്ഥനയായിരിക്കും കേൾക്കുക? അത് കേൾക്കുന്നത് കോൺഗ്രസിന്റെ ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമായിരുന്നു. ഇത്തവണ മുരളീധരൻ ഇങ്ങോട്ട് വന്ന് ഗുണാവോ? ആയിരിക്കണം. സുരേഷ് ഗോപി വലിയൊരു എതിരാളിയാണോ? എങ്ങനെയാ? കുഴപ്പമില്ല. ഞാൻ സാധാരണ വ്യക്തിപരമായിട്ട് ആൾക്കാർക്ക് വോട്ട് ചെയ്യാറ്. വ്യക്തിപരമായിട്ട് ഇതോടെ നിൽക്കുന്ന 3 വ്യക്തികളിൽ കൊള്ളാവുന്ന ഒരു വ്യക്തി ആരായിരിക്കും? അത് ഞാൻ ഇപ്പൊ പറയില്ല, രഹസ്യമാണ്. ചേച്ചിയെ, വെയിലിനൊക്കെ ചൂട് കൂടി വരുമോ? ഇവിടെ എങ്ങനെയാ 3 സ്ഥാനാർത്ഥികൾ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണോ? കത്തിജ്വലിച്ച് നിൽക്കുന്നൊക്കെയുണ്ട്. ആരാ ജയിക്കണേന്ന് പറയാൻ പറ്റില്ല. ഒരു പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത കാരണം നമുക്ക് ഒന്നും ചെയ്യാറില്ല. എല്ലാ കാര്യം ഇപ്പൊ നമ്മൾ അധ്വാനിച്ചാൽ മാത്രം നമ്മളെ പെൻഷന്മാരെ കുടുങ്ങി കിടക്കല്ലേ ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആവോ? കൺഫ്യൂഷനായിട്ട് നിൽക്കണപ്പോ ആര് ജയിച്ചാലും എന്താ ആർക്കും ഗുണമില്ല. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് നെഗറ്റീവ് അടിക്കാൻ പാടില്ല. സ്കൂട്ടർ, ഹെൽമെറ്റ് എല്ലാം ഓറഞ്ച് ആണല്ലോ. വോട്ടോ ഓറഞ്ച് ആണോ? ഓറഞ്ച് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലാ. ലേറ്റസ്റ്റ് മോഡലാണ്. അപ്പൊ തൃശ്ശൂരിൽ നിന്നുള്ള ലേറ്റസ്റ്റ് മോഡൽ ആരായിരിക്കും? തൃശ്ശൂര് ശക്തമായ മത്സരമാണ്. ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്. കളറിലേക്ക് എത്തുമെന്നൊക്കെ കേൾക്കും. ഇല്ല, അതെന്തായാലും എത്തില്ല. അത് തൽക്കാലം സ്കൂട്ടറിൽ ഹെൽമെറ്റിലേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ശക്തന്റെ തട്ടകത്തിൽ, ശക്തൻ മാർക്കറ്റിൽ ഇത്തവണ വോട്ട് എത്ര വീഴും? ശക്തൻ മാർക്കറ്റ് പുതുക്കി പണിതതിനാണോ അതോ പണ്ടേ ഉള്ളവർക്കാണോ വോട്ട്? 3 പേരും ശക്തരായ മത്സരാർത്ഥികൾ. ഇത്രയും ശക്തമായ ഒരു മത്സരം തൃശ്ശൂരിൽ ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ് മാഡം. അപ്പൊ ഈ മാർക്കറ്റൊക്കെ മുഖം മിനുക്കിയല്ലോ. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള 1 കോടി രൂപ അതിന്റെ പകുതി പോലും ഇവിടെ ചെലവ് ചെയ്തിട്ടില്ല. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ ഒരു ടോയ്ലറ്റ് പണിതിട്ടില്ല. തെരഞ്ഞെടുപ്പ് എന്താ ചൂടായോ? ചൂടായി. വെയിൽ പോലാണോ അതോ കുറച്ചുകൂടെ കൂടുതലാണോ? കൂടുതലാണ്. കടുക്കോ ഇതോണ? എന്ത് തോന്നുന്നു? മീനൊക്കെ പടയ്ക്കുന്നുണ്ടല്ലോ. ഇവിടെ മുരളീധരൻ ജയിക്കും. മുരളീധരൻ വടകരയിൽ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പലയിടത്തും നരേന്ദ്രമോദി എന്തിനാ വേറെ സ്ഥലത്ത് പോയി നിൽക്കണേ? അത് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ ആൾക്കാര് ഓടിച്ചോന്നല്ല, നടന്നാണോ പോയ? അതെ, ഒരു കുഴപ്പമില്ല. ടി എം പ്രതാപൻ മുരളിയുടെ ഒപ്പം തന്നെയുണ്ട്. തൃശ്ശൂരിന്റെ ഒരു പൾസ് എങ്ങനെയാ? കോൺഗ്രസിന് അനുകൂലമാണോ ഇത്തവണ? കോൺഗ്രസിന് തന്നെ അനുകൂലം. സുരേഷ് ഗോപി ഒരു അത് ബെറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ നയം ചെയ്തില്ല. പാർട്ടി നയം ചെയ്തില്ല. ആളുടെയോ? ആളുടെ നയം നല്ല. തൃശ്ശൂർ അപ്പൊ ഇത്തവണ കൊടുക്കില്ല? കൊടുക്കില്ല. എടുക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. എന്തോ എടുക്കാൻ പോകുന്നില്ല. തൃശ്ശൂരിലെ നെയ്മീൻ ആരായിരിക്കും? സുനിൽകുമാർ ആയിരിക്കും. ഇതിപ്പോ നത്തോലി വേറെ, മത്തി വേറെ, അങ്ങനെ തിരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നമ്മള് സ്ഥാനാർത്ഥിയെ എങ്ങനെയാ തിരിഞ്ഞെടുക്കുന്നത്? നമുക്ക് ആ നേരത്തെ തോന്നുമ്പോ ഇൻസ്റ്റന്റ് ആണ്. അതാട്ടെ, മുരളീധരനും സുരേഷ് ഗോപി ഇതല്ല, സുനീട്ടറാണ്. മാർക്കറ്റ് നന്നാക്കിയതിന് വോട്ടുണ്ടോ അതോ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്നവർക്കാണോ? ജയിക്കോ? ജയിക്കണം. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ? എന്താ പ്രശ്നം? എന്താ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം? പറഞ്ഞു കഴിഞ്ഞാൽ 3 നല്ല ശക്തരായ കാൻഡിഡേറ്റ് നിൽക്കുന്നത്.
പാർട്ടി ജയിക്കുന്നത് നമ്മൾ കണ്ടറിയണം. ശക്തന്റെ തട്ടകം കലാകാരന്മാരുടെ നാടാണ്. ശക്തൻ മാർക്കറ്റിലെത്തിയാലും കലാകാരൻ ഇവിടെ ഒളിച്ചിരുന്നാലും നമ്മളത് കണ്ടുപിടിക്കും. ഇവിടെ നിൽക്കുന്നത് സുധീഷ് അഞ്ചേരി അല്ലേ? ഒളിച്ചിരുന്ന കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളവിടെ പോകുമ്പോ മുങ്ങിയതായിരുന്നല്ലേ? റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടത്തേരിക്കണ നിന്നെ മുട്ടാൻ പേടി, കള്ളടിച്ച് നിന്റെ അച്ഛൻ റോഡിൽ വീണ് പോകുമ്പോ തോളിലിട്ട് വീട്ടിലാക്കാനാണ് ഒരുത്തൻ വേണ്ടടി. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേരിക്കണ നിന്നെ മുട്ടാൻ പേടി. അടിപൊളി. പിന്നെ തെരഞ്ഞെടുപ്പേ വന്നല്ലോ. ആ തെരഞ്ഞെടുപ്പ് വന്നു. എന്തായി? മുട്ടാൻ പേടിയാണോ എല്ലാവർക്കും 3 പേർക്കും? ആര് ജയിച്ചാലും ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാം. പ്രതാപനെ മാറ്റി മുരളീധരൻ വന്നത് പ്രശ്നമാണോ? ഇല്ല, പ്രശ്നം വരില്ല. ഇല്ല, സ്മൂത്താണ്. ഈ പത്മജ പോയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. മണിച്ചേട്ടൻ പറയില്ലേ അതുപോലെ ഉത്തരം പറഞ്ഞെന്ന് 5 പറഞ്ഞ ഇടേണ്ടി വരും കളയേണ്ടി വരും, ചിലപ്പോ കളയേണ്ടി വരും. പിന്നെ ആൾക്കാർ തികയാണ്ടാവും. ഇത്തവണ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായോ? ഉഷാറായി നടക്കുന്നു. ഉഷാറായി നടക്കുന്നു. ഇത്തവണ ഇവിടുന്ന് ആരായിരിക്കും പറന്നു പോകുന്നത് ഡൽഹിക്ക്? സുരേഷ് ഗോപി സാറായിരിക്കും. എന്താ അങ്ങനെ തോന്നുന്നത്? എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്. നല്ല അഭിപ്രായം. നസീർ പറഞ്ഞു. ആണോ? സെൽഫി നസീർ. സെൽഫി എടുത്ത നസീറേ. കാനായിലെ കല്യാണ നാളി, കൽവരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളി, കൽവരണിയിലെ വെള്ളം മുന്തിരി നീരായി. ഓരോ തീവണ്ടി വരുമ്പോഴും വിളിച്ചു പറയാറുണ്ട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. നമ്മൾ പറയുന്നത് വോട്ടർമാരുടെ ശ്രദ്ധയ്ക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അവർക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ വോട്ടർമാർ പറയും തൃശ്ശൂരിലെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അവരുടെ MP കേൾക്കുന്നതിനായി. ആ വോട്ട് ഉത്തരത്തിലേക്ക് പോകുന്നു പൊതുജനം സ്പീക്കിംഗ്. തെരഞ്ഞെടുപ്പിൽ ഇവിടെ വോട്ടുണ്ടോ? തൃശ്ശൂർ വോട്ടുണ്ടോ? തൃശ്ശൂർ ഓട്ടൊക്കെ ഇല്ലേ? വോട്ടൊക്കെ ഉണ്ട്. ചൂടായോ തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് ചൂടായി വരുന്നേ. എങ്ങനെയുണ്ട്? ആർക്കാ സാധ്യത? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് ഇപ്പൊ കാലുമാറുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരാർക്കൊക്കെ ചെയ്യാന്ന് പറയാൻ പറ്റുമോ? ചേട്ടൻ കാലുമാറുന്ന ആളാണോ? നമ്മളൊന്നും കാലൊന്നും മാറില്ല. എത്ര കാശ് എന്തായാലും കാര്യം മാറില്ല. ഇവിടുത്തെ ഭൂരിപക്ഷം എൻ്റെ അഭിപ്രായത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്കാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം BJP-യിൽ കയറി നിന്ന മോദി കണ്ടമാനം ആൾക്കാർക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തൃശ്ശൂരിൽ ഗുണാവോ? തൃശ്ശൂരിൽ ഗുണമാവുന്നുള്ളതാണ്. കാരണം ഒരുവിധം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം നിന്നിട്ട് പോയതല്ലോ. ഇവിടെ കൂടുതൽ സ്റ്റോപ്പൊക്കെ വരുമോ? അവിടേക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തു വരും സുരേഷ് ഗോപി കയറുമ്പോ എന്നുള്ളൊരു അഭിപ്രായമാണ് നമ്മളത്. ആണോ? എങ്ങനെയാ ഒല്ലൂര് സ്റ്റോപ്പൊന്നും ഇല്ലാന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. സ്റ്റേഷനിൽ വന്ന് കുറെ നേരം കാത്തിരിക്കണം ട്രെയിൻ കിട്ടണമെങ്കിലൊക്കെ. കുഴപ്പമില്ല, കറക്റ്റ് ടൈമിൽ വരും. സാധാരണ എന്ത് നോക്കിയിട്ടാ വോട്ട് ചെയ്യാറ്? അങ്ങനെ പാർട്ടി ബേസിലല്ല, നമുക്ക് ആരെ ചെയ്താണ് നമുക്ക് നാടിന് ഉപകാരം അത് നോക്കി ചെയ്യും. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ചൂടൊക്കെ ആയോ? തെരഞ്ഞെടുപ്പ് നല്ല ചൂടിലാണ്. ഇവിടെ സുരേഷ് ഗോപി തന്നെ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ സുരേഷ് ഗോപി ഇടപെട്ട് പോയോ ദൈവമേ? ഫാൻസിന്റെ ഇടപെട്ടല്ല. തൃശ്ശൂരിന് വികസനം വേണമെങ്കിൽ BJP-യിലെ സുരേഷ് ഗോപി തന്നെ ജയിക്കണം. എന്നാൽ മാത്രമേ വികസനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവര് ജയിച്ചു പോയി ഒന്നും കൊണ്ടുവന്നില്ല. അവർ വികസനം ചെയ്തു. പാർലമെന്റിന്റെ പടിക്കുള്ള ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ പ്ലേ കാർഡ് പിടിച്ചിരുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവരിവിടെ നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല, നോക്കിയിട്ട് ചെയ്യും. ആളെ നോക്കിയിട്ട് ചെയ്യും. ഇഷ്ടമുള്ള ആളാരാണെന്ന് അങ്ങനെ തീരുമാനിച്ചിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. സിറ്റിംഗ് MP എങ്ങനെ ഉണ്ടായിരുന്നു? ആരായാലും പൊതുവെ അങ്ങനെ ഇവിടേക്ക് കാണാറില്ല. എല്ലാ മണ്ഡലത്തിലും ഞങ്ങൾ പോയപ്പോ ഇത് കേൾക്കുന്നുണ്ട്. സിറ്റിംഗ് MP പിന്നെ എവിടെയാണ് സിറ്റിംഗ്? ഞങ്ങൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയാണ് പറയുന്നത്. മണ്ഡലത്തിൽ കണ്ടില്ല. മണ്ഡലത്തില് വന്നെങ്കിൽ വന്നു പറയാം. വോട്ടൊക്കെ ചെയ്യാറുണ്ടോ? സ്ഥിരമായിട്ട് ചെയ്യില്ല. സ്ഥിരമായിട്ട് ചെയ്യില്ല. അതെന്ത് പറ്റി? ഇല്ല, ഒരു സ്ഥാനാർത്ഥികളൊക്കെ ഒരു വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിലുണ്ടാവാറില്ല, അതുകൊണ്ട് ചെയ്യാറില്ല. പ്രശ്നം ചെയ്യുന്നുണ്ട്. ഇത്തവണ ചെയ്യണമെന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താ? ശക്തമായ മത്സരമാണ് തൃശ്ശൂരിൽ. അതെ, അതുകൊണ്ട് തന്നെയാണ് ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ സുരേഷ് ഗോപി സാർ നിൽക്കുന്നുണ്ടല്ലോ, എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ല. ശരിക്കും ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു നേതാവായിരിക്കണം, എന്നാലല്ലേ നമുക്ക് വല്ല ഉപകാരമുള്ളൂ. അവിടെ പോയിരുന്നിട്ട് വല്ല കാര്യമില്ല. ഇപ്പോൾ പ്രതാപൻ MP തന്നെ
നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയ്ക്ക്. MP-യെ മണ്ഡലത്തിൽ കാണണം, ആരും കണ്ടിട്ടില്ല. മിനിമം ആവശ്യമാണ് കേട്ടോ. പാർലമെന്റിൽ സമ്മേളനങ്ങളിൽ അതുപോലെ തന്നെ അവിടുത്തെ അറ്റൻഡൻസും വേണം. പക്ഷേ പാർലമെന്റിനോടൊപ്പം തന്നെ ഇവിടെയും കിട്ടണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ജയിച്ചു വരുന്ന MP ആരായാലും തൃശ്ശൂരിൻ്റെ MP കൃത്യമായിട്ട് ഇവിടെയൊക്കെ ആളുകൾക്കിടയിലൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെയുള്ള പൊതുജനങ്ങൾ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചത്. നമ്മളിപ്പോൾ തൃശ്ശൂരിലെ ലൂർദ് പള്ളിയിലാണ്. ലൂർദ് പള്ളിയും കിരീട വിവാദവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ക്രൈസ്തവ സഭാ വിശ്വാസികളുടെയൊക്കെ ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്. കാരണം 3 സ്ഥാനാർത്ഥികളും കിടിലനാണെന്നാണ് നമ്മൾ ഓരോരുത്തരോടും ചോദിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിലും വന്ന് വോട്ടിൻ്റെ കാര്യം ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഇത്തവണ ഓരോ സഭയും അല്ലെങ്കിൽ ഓരോ സമുദായവും കൊടുക്കുന്ന വോട്ടുകൾ അത് ഓരോ സ്ഥാനാർത്ഥിക്കും പ്രധാനപ്പെട്ടതായി മാറുകയാണ്. നേരത്തെ പോലെ ഇങ്ങനെ ഒരാളിലേക്ക് മാത്രം അങ്ങ് ഫോക്കസ് ചെയ്യുമല്ല, 3 പേരും തുല്യ ശക്തികളായിട്ട് വരികയല്ലേ ഇത്തവണ. അത് ശരിയാണ്. എങ്കിൽ കൂടിയും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തൊരു വിഷയം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പകപോക്കലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു നയം, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന ഒരു തന്ത്രമാണ് ഇന്നിപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൃശ്ശൂരിൽ അത് ചർച്ചയാവുന്നുണ്ടോ? തീർച്ചയായും. കേജ്രിവാൾ ഒരു വിഷയമാണ് ഇവിടെ. തീർച്ചയായും കെ മുരളീധരന് ഗുണം കൊടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വടകരയിൽ നിന്ന് വന്ന് വെറുതെ ആവില്ല. ചേട്ടനും അനിയത്തിയും 2 പാർട്ടിയിലായി, അച്ഛനും മോനും 2 പാർട്ടിയിലായി. അത് കോൺഗ്രസിനെ ബാധിക്കുമോ? അനിൽ ആന്റണിയും പത്മജയും പോയത് അങ്ങനെ ബാധിക്കൊന്നുമില്ല. ലോകത്തിലാകെ ലീഡർ എന്ന് വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ശ്രീമാൻ കരുണാകരൻ തന്നെ. തൃശ്ശൂരും മുരളീധരൻ എടുക്കും തീർച്ചയായിട്ടും. എന്തോ തൃശ്ശൂരിൽ ഇത്തവണ രാഷ്ട്രീയം നമ്മൾ പുറത്ത് നല്ല ചൂടാണ്. രാഷ്ട്രീയം എങ്ങനെയാ? മുരളീധരൻ തന്നെ. സുരേഷ് ഗോപി ഒന്നും കാര്യമില്ല, 2 പ്രാവശ്യം തോറ്റല്ലേ, ഇനിയും 3ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത് ശരിയല്ല. ഈ 3 പേരിൽ ആരെയാ ഇഷ്ടപ്പെട്ടവൻ തീരുമാനിച്ചോ? പേര് പറയണ്ട. പണ്ടേ കോൺഗ്രസ് ആണോ? ആണ്. ചേട്ടാ എങ്ങനെ ഈ 3 പേര് 3 സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ വരുമ്പോഴത്തേക്കും ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? സാധ്യതയൊന്നുമില്ല. എന്തായാലും ഇവിടെ കെ മുരളീധരൻ ജയിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇവിടുത്തെ നിലവിൽ MP കണ്ടമാനം വികസനങ്ങൾ ചെയ്തതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം പല സ്കൂളുകളിലും ബസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റ് അപ്പോഴത്തെ MP ആണ് അനുവദിച്ചു തന്നത്. സുനിൽകുമാറായിട്ട് എല്ലാവർക്കും ഒരു വ്യക്തിബന്ധമുണ്ട്. അതുപോലെ തന്നെ കെ മുരളീധരനായിട്ടും ഉണ്ട്. കെ മുരളീധരൻ ഒന്നുകൂടി മികച്ചു നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പോൾ പള്ളിവളപ്പിൽ കെ മുരളീധരനാണ് ഇപ്പോൾ കൂടുതൽ അഭിപ്രായങ്ങളിൽ മുൻതൂക്കം ലഭിക്കുന്നത്. കൂടുതൽ പ്രവർത്തനങ്ങൾ, എത്രത്തോളം പ്രവർത്തനം സിറ്റിംഗ് MP ചെയ്തു എന്ന ചോദ്യത്തിന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന പദ്ധതികൾ വളരെ പരിമിതമാണ് എന്നുള്ളതും ഓർക്കണം. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ എത്ര ചെയ്തു എന്നുള്ളതും ഓഡിറ്റ് ചെയ്ത് വോട്ട് ചെയ്യുന്ന തൃശ്ശൂരുകാർ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോട്. പൊതുജന സ്പീക്കിംഗ് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ സെന്റ് തോമസ് കോളേജിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പാണിത്. ഇവിടെ ഒരാൾക്കൂട്ടം കണ്ട് പേടിക്കേണ്ട. ഇത് മുഴുവൻ കന്നി വോട്ടർമാരാണ്. ചിലരൊക്കെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഇവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. വോട്ടായോ? ഇല്ല. അതെന്താ വോട്ടാവാത്തെ? വോട്ടർ പട്ടിക പേരുണ്ടോ? ID കാർഡ് ഉണ്ടോ? വോട്ടർ ID? 18 വയസ്സ് കഴിഞ്ഞില്ലേ? വോട്ടർ പട്ടികയിലൊക്കെ പേര് ചേർക്കണ്ടേ? വോട്ടൊക്കെ ചെയ്യണ്ടേ? എന്ത് പറ്റി താമസിച്ചേ? ചെയ്യാം. വോട്ടായോ? ഉണ്ട്. കന്നി വോട്ടാണോ? അതെ. ഇത്തവണ എങ്ങനെയാ തൃശ്ശൂർ ആര് പിടിക്കും? തൃശ്ശൂര് അറിയില്ല, നോക്കി നോക്കാം. മറ്റേ കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ. നിങ്ങളൊക്കെ വോട്ട് ചെയ്യുമ്പോ സ്ഥാനാർത്ഥിയാണോ പാർട്ടിയാണോ എന്താ നിങ്ങളുടെ ഒരു തീരുമാനത്തിലെത്താനുള്ള ഒരു? അങ്ങനെയല്ല, നമ്മളെന്താ വെച്ചാൽ അവര് പറയുന്ന അല്ലെങ്കിൽ അവരെ പ്രവൃത്തി അങ്ങനെ നോക്കിയിട്ടാണ്. എല്ലാം നോക്കും. അതെ. വോട്ടായോ? എങ്ങനെയാ ഇത്തവണ തൃശ്ശൂര് ആര് പിടിക്കും? അറിയില്ല, നോക്കട്ടെ. ടൈറ്റാണോ? കന്നി വോട്ടല്ലേ? വോട്ടുണ്ടോ? വോട്ട് ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണേ? കന്നി വോട്ടാണ്. നമ്മുടെയോ? കന്നി വോട്ട്. ഇവിടെയോ? അപ്പൊ ഒരു കൂട്ടം കന്നി വോട്ട്. അപ്പൊ എങ്ങനെയാ ഇത്തവണ ഇവിടെ തൃശ്ശൂരില് ടൈറ്റാണോ? ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? ടൈറ്റായിരിക്കും. ടൈറ്റാണ്. ആർക്കാ സാധ്യത? എന്നാലും സാധ്യത അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എങ്ങനെയാ വോട്ടുള്ള ആരൊക്കെ ഉണ്ടത്? കൈപൊക്കിക്കേ. കന്നി വോട്ടാണോ? ഏതൊക്കെ പാർട്ടികൾ തമ്മിലാ മത്സരം? BJP, LDF, UDF. ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ എന്താ? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അറിയാവോ? കോൺഗ്രസ് LDF ഇതായിട്ടുള്ളതല്ലേ. അപ്പൊ ഇവിടെ 2 സ്ഥാനാർത്ഥി
എവിടെ ഇവിടെ അല്ല കേരളത്തിൽ ഒരുമിക്കില്ല, രണ്ടുപേരും ശത്രുക്കളാണ്, പുറമെ മാത്രമേ കേരളം കഴിഞ്ഞിട്ടാണ്. ആ ഇവിടെ വോട്ടുള്ള ആരൊക്കെ ഉണ്ട്? എല്ലാവർക്കും വോട്ടായോ? അയ്യോ, ചേച്ചിയുടെ ഫാനാടാ ഞങ്ങള്. നൈസ് ടു മീറ്റ് യു. അപ്പൊ ഇത്തവണ അഡ്ജസ്റ്റ് ചെയ്ത് ആർക്കാ വോട്ട് കൊടുക്കുന്നത്? ഈ തവണ നോട്ടാ? എത്ര നോട്ടയ്ക്ക് എത്ര വോട്ടുണ്ട്? നോട്ടയ്ക്ക് എതിരാണ്. നോട്ടേക്കാൾ താഴെ CPM എന്നാ കേട്ടെ. നമുക്കൊരു പൗരത്തുണ്ട്, അത് നമ്മൾ കാണിക്കണല്ലോ. നോട്ടയ്ക്കാണ്. 2 നോട്ടാ. വോട്ടുണ്ടോ? നല്ല ഉടുപ്പൊക്കെ ആണല്ലോ. ഇത്തവണ അടിപൊളിയായിട്ട് പാർലമെന്റിലോട്ട് ആരായിരിക്കും പോവുക ഇവിടുന്ന്? സുരേഷ് ഗോപി പോയാൽ കൊള്ളാന്നുണ്ട്. സുരേഷ് ഗോപി ഇഷ്ടമാണ്. പിന്നെ ഇതും കൊള്ളാം. ഇവിടെ ആരായിരിക്കും കൊള്ളാവുന്നൊരു MP? ആരായിരിക്കും? സുരേഷ് ഗോപി കൊള്ളാം. അപ്പോ ക്യാമ്പസിൽ നിന്ന് കന്നി വോട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന കുറെ പേരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ടൈറ്റ് മത്സരമാണെന്ന് യുവാക്കളും പറയുന്നുണ്ട്. തൃശ്ശൂരിലെ കഥ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. സ്ഥാനാർത്ഥികളുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ മണ്ഡലത്തിലെ ശക്തനായിട്ട് ആര് വരും എന്ന് ചോദിക്കണമെങ്കിൽ ശക്തൻ സ്റ്റാൻഡിലേക്ക് വന്നാൽ ഇവിടുന്ന് പുറപ്പെടാൻ കിടക്കുന്ന ബസ്സുകൾ പോലെയാണ്, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ യാത്ര. സുനിൽകുമാർ എടുക്കും ഏതാ ബസ്സോ അതോ തൃശ്ശൂരോ? തൃശ്ശൂർ സുനിൽകുമാർ എടുക്കും. ഉറപ്പാ. പ്രൈം മിനിസ്റ്റർ എന്തായാലും ശശി തരൂരും ജോൺ ബ്രിട്ടാസും പറഞ്ഞത് മോഡിനെയാണ്. പിന്നെ നമ്മളെന്തിനും വോട്ട് വെറുതെ പാഴാക്കണം? വെറുതെ മൂലയിലിരുന്ന് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടത് കേന്ദ്രമന്ത്രിയാണ്. നമുക്ക് വേണ്ടത് കേന്ദ്രമന്ത്രി. ജയിക്കണ പാർട്ടിയുടെ കേന്ദ്രമന്ത്രി തൃശ്ശൂർ ഉണ്ടാവണം. അങ്ങനെയാണോ ഇത്തവണ? അല്ലല്ല, കെ മുരളീധരൻ വടകരയിൽ നിന്ന് വന്നത് വെറുതെ ആവുന്നാണ് ചേട്ടൻ പറയുന്നത്. ചുമ്മാ പറയാണ്. പെങ്ങളെ കൊണ്ടുപോയി എഴുതിയിട്ടൊന്നും ആങ്ങളെ പോകുന്നില്ല. പെങ്ങളെ കൊണ്ടുപോയ കാര്യം അത് ഞാൻ ചോദിക്കാൻ വരുവാണ്. പെങ്ങളെ കൊണ്ടുപോയിട്ട് എന്തായി? പെങ്ങള് വോട്ട് വല്ലതും കൊണ്ടുവരുമോ? പെങ്ങള് അവര് ചാഞ്ചാട്ടക്കാരല്ല, അവര് ചാടിക്കോട്ടെ ഓടിക്കോട്ടെ. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി. മുരളീധരൻ തീരുമാനമായില്ലേ? ചിലപ്പോ മാറും. അത് മാറും. തൃശ്ശൂരത്തെ അവസ്ഥ അങ്ങനെയാ. അഭിപ്രായമുണ്ട്, വ്യക്തിപരമായിട്ട് അഭിപ്രായങ്ങളുണ്ട്. അത് ഞാൻ മാധ്യമങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല. സുരേഷ് ഗോപി ഉറപ്പിച്ചാണല്ലോ. അതൊക്കെ ഉറപ്പിച്ചു, നേരത്തെ ഉറപ്പിച്ചു. കേരളം ഇന്ത്യയിലാണ്, കേരളത്തിലല്ല ഇന്ത്യ. അത് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇവിടെ തൃശ്ശൂർ ഉറപ്പിച്ചോ? ആര് ഉറപ്പിച്ചു? മോദി വരുന്നു ഉറപ്പാണ്. എന്തോന്ന് ചേച്ചിയെ? മുരളീധരൻ. വോട്ടില്ലേ? വോട്ടുണ്ട്. ആർക്കാ ചെയ്യുന്നത്? തീരുമാനിച്ചു. ചേട്ടാ, തൃശ്ശൂരിന്റെ ഭാഗ്യം ആർക്കാ? സുരേഷ് ഗോപി വരണമെന്നാണ്. ഭാഗ്യവാൻ സുരേഷ് ഗോപിയാ? ചേട്ടാ എന്ത് തോന്നുന്നു? സുനിൽകുമാർ. അപ്പൊ സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണോ മത്സരം? അതോ സുരേഷ് ഗോപിയും കെ മുരളീധരനും തമ്മിലാണോ? അതോ സുനിൽകുമാറും കെ മുരളീധരനും തമ്മിലാണോ? കൺഫ്യൂഷനായോ? സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലാവും. അപ്പൊ കെ മുരളീധരനോ? എത്രയുടെ എടുക്കാറ് ലോട്ടറി? 5 ലക്ഷത്തിന്റെ ആണോ? കുടുംബത്തെ അങ്ങോട്ടാക്കട്ട് പോകും. ലോട്ടറി എടുക്കുന്നതിൽ ഭാര്യ വഴക്കുണ്ടാകുമോ? ഇല്ലില്ല, ലോട്ടറി അടിക്കാറുണ്ട്. ഇതുവരെ അടിച്ചിട്ടുണ്ടോ? വലിയ തുക എത്രയാ? 60,000 വരെ അടിച്ചിട്ടുണ്ട്. ഇവിടുന്നാണോ എടുക്കാറ്? ഇവിടുന്ന് എടുക്കാറ്. ചേട്ടൻ ഇവിടുന്ന് വിറ്റുപോയിട്ടുള്ള ഏറ്റവും ഉയർന്ന തുക എത്രയാ? അത് ഇവിടുന്ന് വിറ്റുപോയതിൽ ഫസ്റ്റ് പ്രൈസ് 1 കോടി. 1 കോടിയൊക്കെ പോയിട്ടുണ്ട്. അടിപൊളി. ഇത്തവണ എന്താ സാധ്യത? സുരേഷ് ഗോപി. എന്താ സുരേഷ് ഗോപിയുടെ പാർട്ടിയോടുള്ള താല്പര്യമാണോ വ്യക്തി? ഭയങ്കര ടൈറ്റ് ആണല്ലോ. കെ മുരളീധരനൊക്കെ വന്ന് ഇറങ്ങിയേക്കല്ലേ? ഇവിടെ സുരേഷ് ജയിക്കുള്ളൂ. ഇത്തവണ ആരെടുക്കും തൃശ്ശൂര്? എന്താ സാധ്യത? സുരേഷ് ഗോപി എടുക്കട്ടെ. ആണോ? കൊടുക്കുവോ തൃശ്ശൂര്? കൊടുക്കണോ? എന്താ ഇത്തവണ സുരേഷ് ഗോപിക്ക് കൊടുക്കണം എന്നിങ്ങനെ പറയാൻ കാര്യം? അതെന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ എല്ലാവർക്കും എന്താ കാര്യം എന്നുള്ളത്. അമ്മ പറ, അമ്മയ്ക്ക് എന്തുകൊണ്ടാ കൊടുക്കണം തോന്നിയേ? ഭരണം അത്ര നന്നായി കാരണം. ബസ് എടുക്കാറായി. തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂര് ആരെടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ ആരെടുക്കും എന്നുള്ള ഉറപ്പില്ല. സുരേഷ് ഗോപിക്ക് ചെറിയൊരു ചാൻസ് ഉണ്ട്, അതുപോലെ സുനിൽകുമാറിന് ചാൻസ് ഉണ്ട്. ചൂടിൽ ഉരുകിയൊലിക്കുകയാണ് തൃശ്ശൂരിന്റെ കാലാവസ്ഥ. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും. ഈ ഐസ്ക്രീം, ഇത് റെയിൻബോ ഐസ്ക്രീമാണ്. ഇതുപോലെ കൂടി പിണഞ്ഞു കിടക്കുകയാണ് 3 കരുത്തരായ സ്ഥാനാർത്ഥികൾ വന്നതോടെ തൃശ്ശൂരിന്റെ രാഷ്ട്രീയം, അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത്.
തൃശ്ശൂര് ഇത്തവണ എങ്ങനെയാ? തൃശ്ശൂർ കുഴപ്പമില്ല. നല്ല ചൂടാണല്ലോ. നല്ല ചൂടാണ്. സ്ഥാനാർത്ഥികളും ചൂടായോ? സ്ഥാനാർത്ഥികളും ചൂടായിക്കൊണ്ടിരിക്കണം. 3 പേരും കരുത്തരാകുമ്പോഴേക്കും വോട്ടർമാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതെ, ആര് ജയിക്കുന്ന ഒരു ഭയങ്കര ഒരു ആകാംക്ഷയാണ്. എന്നാലും ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ എങ്ങനെ? ആരാ ഇപ്പൊ കുറച്ചെങ്കിലും ഓടി മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി തന്നെയാണ്. ആണ് ചേട്ടാ? ഒന്നും പറയില്ലേ? വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറില്ല. ബഹിഷ്കരണമാണോ? എന്താ പിണക്കാണോ? പാർട്ടി ഒന്നുമില്ല. ഹൂ ഈസ് ഡൂയിങ് ഗുഡ്, ഐ ക്യാൻ ഏബിൾ ടു വോട്ട്. Like I can have a good analysis in that. Quality of the person and quality of the party. Okay. വോട്ടൊക്കെ ചെയ്യലുണ്ടോ? ഇവിടെ നല്ല ചൂടാണ്. തൃശ്ശൂർ തെരഞ്ഞെടുപ്പും ചൂടായോ? ആണ്. CPM ആണ്, അല്ല CPI ആണ്. ഈ സുനിൽകുമാർ കൂടെ കെ മുരളീധരൻ കൂടെ വന്നോണ്ട് ടൈറ്റ് ആയോ ശരിക്കും? സുരേഷ് ഗോപി എടുക്കുമോ തൃശ്ശൂര്? ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ കിട്ടായിരിക്കും. ചേട്ടൻ എല്ലാവർക്കും വേണം, പോസിറ്റീവ് വൈബാണ്. തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂര് സുനിൽകുമാർ എടുക്കാൻ സാധ്യത. സുരേഷ് ഗോപി കൊടുക്കുവോ? കിട്ടിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കെ മുരളീധരൻ വന്നിട്ടുണ്ട്. അതായിക്കോട്ടെ, കാര്യമില്ല. അതുപോലെ ആളെ നിർത്തിയിട്ട് ആളെ മാറ്റിയിട്ട് മറ്റൊരാളെ നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ മാറ്റിയത് ശരിയായോ? ഒരു സ്ഥിരതയില്ലാത്ത പരിപാടിയാണ് എന്തായാലും. ഇവിടെ തൃശ്ശൂരാണോ? പിന്നെ തലശ്ശേരിന്ന് വരുന്നതാണ്. തലശ്ശേരിയിൽ എങ്ങനെയാ, ചൂടാണോ തെരഞ്ഞെടുപ്പ്? ഇത്തവണ വടകര പൊരിക്കുവോ? വടകര എന്ന് പറഞ്ഞാല് ഇപ്പൊ കണ്ടാറാണ് പിന്നെ ഇപ്പൊ ഈടെ വന്നു കഴിയുമ്പോ എങ്ങനെയാ അതെനിക്ക് പറയാൻ കഴിയില്ല. ചെയ്തിന് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഇവര് വടകര മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇവരുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം വടകരയിലെ ഇവരുടെ MP ആണ് ഇപ്പൊ തൃശ്ശൂരിൽ മത്സരിക്കുന്ന കെ മുരളീധരൻ. നമസ്കാരം. എങ്ങനെയാ തൃശ്ശൂര് ഇത്തവണ മത്സരം? കടുത്ത മത്സരം ആണോ? ടൈറ്റായി എന്ന് പറയാൻ ടൈറ്റ് ഈസി ആയിട്ട് സുനിൽകുമാർ കിടക്കുന്നതാണ് കണക്കൂട്ടുള്ളത്. ആണോ? കെ മുരളീധരൻ വന്നത് ആർക്ക് ഗുണമാവും? ഗുണം സുനിൽകുമാറിന് ഗുണം. ആണോ? സുരേഷ് ഗോപി ജയിക്കുമെന്നൊക്കെ ആദ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ലെവല് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഈ തണല് പോലെ ആരായിരിക്കും ഈ മണ്ഡലത്തിന് ഒരു തണല് വരുന്നത് തൃശ്ശൂരിന്? തീർച്ചയായിട്ടും സുരേഷ് ഗോപി ആയിരിക്കും. തണലാവോ? തീർച്ചയായിട്ടും. ഇനി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെയായിരിക്കും തൃശ്ശൂരിൽ പൂരത്തിന് നിറയുന്നത് പോലെ ഒരു ആൾക്കൂട്ടം പോളിംഗ് ബൂത്തുകളിൽ നിറയുമ്പോൾ അത് ആരെ തുണയ്ക്കാനാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പൊതുജന സ്പീക്കിംഗ് ആ വിവരങ്ങളാണ് ഇന്ന് തേടിയത്. വോട്ടർമാരുടെ മനസ്സിൽ പലതും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. തൃശ്ശൂരുകാർ അത്ര പെട്ടെന്നൊന്നും പിടിതരില്ല കേട്ടോ. മറ്റു മണ്ഡലങ്ങളിലേതുപോലെയല്ല. അവർ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അത് 3 പേരിൽ ആരെ തുണയ്ക്കുമെന്നറിയാൻ നമുക്ക് വോട്ട് എണ്ണുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ. ഏറ്റവും സസ്പെൻസ് ഉള്ള വോട്ടെണ്ണൽ അത് തൃശ്ശൂരിലായിരിക്കുമെന്നുള്ളത് നമ്മുടെ ഗ്യാരണ്ടി.